അതിഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. വികസനത്തിന് വേണ്ടത് കൗൺസിലർമാരുടെ കൂട്ടായ പ്രവർത്തനമെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് ജയരാജൻ. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഭരണസമിതിയുടെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചും അനുകൂലിച്ചുമാണ് കഴിഞ്ഞ 5 വർഷം കടന്നുപോയത് എന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാവിധ ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് ചർച്ചകൾ വിജയകരമായി പൂർത്തീകരിക്കുന്ന ഒരവസ്ഥ UDFിൻ്റെ കൗൺസിലർമാരായിട്ടുള്ള പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിച്ചും അതുപോലെ തന്നെ വികസനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടും ഞങ്ങൾ ഈ 5 വർഷം ഒരു ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ 5 കൊല്ലം അവസാനിപ്പിക്കുന്നത്. ഇനി വരുന്ന UDF കൗൺസിലർമാർക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയണമെന്നും കൗൺസിൽ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകി ജനങ്ങൾക്കിടയിൽ എത്തിപ്പെടാൻ കൗൺസിലർമാർക്ക് സാധിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും കഴിയണം. കാരണം ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് വികസനങ്ങൾ എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്നും ഒരു ജനപ്രതിനിധി, ഒരു കൗൺസിലർ എന്ന നിലയിൽ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണം. കൗൺസിൽ ചർച്ച ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിലുപരി ജനങ്ങളുടെ ഇടയിൽ എത്തിപ്പെടണം എന്നാണ് ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ഗുണകരമാവുന്ന വികസനങ്ങൾ എത്തിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും ജയരാജൻ വ്യക്തമാക്കി. വരുന്ന ഭരണസമിതിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തരത്തിൽ ഭരണസമിതിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ നിന്നുകൊണ്ട് അതിനെ വേർതിരിവ് കാണിക്കാതെ, കാരണം അതിനെ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന തരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കൂട്ടായ്മയോടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.